ഹായ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ നമുക്ക് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് എ മാസ് ഓർ ഒബ്ജെക്ട് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് അനദർ ബോഡി. പറയാം, അതായത് ഇവിടെ നമ്മൾ എർത്തിനെ കൺസിഡർ ചെയ്യും. മാസ് എം, റേഡിയസ് ആർ. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ലൈൻ വരച്ചു ഇൻറ്റു അപ് ടു ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ. സോ ഇൻഫിനിറ്റിൻ്റെയും പോയിൻ്റെയും ഇടയിലായിട്ട് 3 പോയിന്റുകൾ കാണും. അതെന്താണെന്ന് പറഞ്ഞാൽ എ പറഞ്ഞ പോയിന്റ് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദി എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ഒരു പോയിന്റാണ് എ. ഇനിയുള്ള 2 പോയിന്റ് പിയും ക്യൂവും, അതായത് എൻ്റെയും ഇൻഫിനിറ്റിൻ്റെയും ഇടയിലുള്ള 2 പോയിന്റാണ് പി. അത് ജസ്റ്റ് കൺസിഡർ ചെയ്താണ് നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഒന്നുകൂടി വേണമെങ്കിൽ എർത്ത് കൺസിഡർ ചെയ്തു, മാസ് എം, ആർ റേഡിയസ്. ഇൻഫിനിറ്റിയിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇൻഫിനിറ്റിയിലോട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്യും. ഓക്കെ ആണല്ലോ. അതിൻ്റെ ഇടയിൽ 3 പോയിന്റുകളാണ്. എ പറഞ്ഞ പോയിന്റ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓഫ് എർത്തിലുള്ള ഒരു പോയിന്റാണ്. ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓഫ് എർത്തിലുള്ള ഒരു പോയിന്റാണ്. ഇനി പിയും ക്യൂ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിൻ്റെയും എൻ്റെയും ഇടയിലുള്ള 2 പോയിന്റ്, അടുത്തടുത്തുള്ള 2 പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയുന്നത് ഡി എക്സ് ആണ്. ഇനി പിയിൽ നിന്ന് എർത്തിൻ്റെ സെൻട്രലോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. എ നിന്ന് എർത്തിൻ്റെ സെൻട്രലോട്ടുള്ള ഡിസ്റ്റൻസ് സ്മാൾ ലെറ്റർ ആർ. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൺ ഒബ്ജെക്ട് അറ്റ് പി. ഈ പിയിൽ നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. ഈ പിയിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്നത് എത്രയായിരിക്കും? അതായത് എർത്ത് കാരണം എർത്തും ഈ ഒബ്ജക്റ്റും തമ്മിലൊരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. സോ ഈ ഒബ്ജക്റ്റിന് എർത്ത് കാരണം ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയായിരിക്കും? എഫ് ഈക്വൽ ടു ജി എം എം ബൈ എക്സ് സ്ക്വയർ. ബൈ എക്സ് സ്ക്വയർ. ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് പിയും എർത്തിൻ്റെ സെൻറ്റർ ഓയും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് എക്സ് ആണ്. സോ അതുകൊണ്ട് ഇവിടെ എക്സ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. If the body is displaced from P to Q, നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്ത് പറഞ്ഞു അല്ലേ. അടുത്ത ഒരു പോയിന്റ് പിൻ്റെ കാര്യം പറഞ്ഞു. സോ ഈ പിന്ന് ക്യൂ പറഞ്ഞ പോയിന്റിലോട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യാം. സോ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടത്താം. അതാണ് ഡി എക്സ്. എന്നെ പറഞ്ഞതാണ്. ഇനി ഒന്നുകൂടി പറയാം. ഒരു പി പറഞ്ഞ പോയിന്റിൽ നിന്ന് ക്യൂ പറഞ്ഞ പോയിന്റിലോട്ട് ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് നടത്താം. അപ്പോൾ ഉണ്ടാകുന്ന സ്മാൾ വർക്ക് എത്രയായിരിക്കും? ഡി ഡബ്ല്യു ടു എഫ് ഇൻറ്റു ഡി എക്സ് ആയിരിക്കില്ലേ. വർക്ക് അറിയുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സ്മാൾ വർക്ക് അറിയുന്ന ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ ആണല്ലോ. ഈ എഫിൻ്റെ സ്ഥാനത്ത് നമുക്കറിയാം എഫ് ഈക്വൽ ടു ജി എം എം ബൈ എക്സ് സ്ക്വയർ. ജി എം എം ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. അത് കിട്ടും. ഇക്വേഷൻ ഇതുവരെ ക്ലിയർ ആയല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി നമ്മൾ വർക്ക് ചെറിയൊരു സ്മാൾ വർക്കിനെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണേണ്ട വർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്നും എയിലോട്ടാണ്. സോ നമ്മുടെ ഡെഫിനേഷൻ എന്താ? വർക്ക് ടു ബ്രിങ് എ മാസ് ഓർ ഒബ്ജക്റ്റ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ ദി ഗ്രാവിറ്റേഷൻ ഫീൽഡ്. ഗ്രാവിറ്റേഷൻ ഫീൽഡിലുള്ള പോയിന്റ് അറിയുന്നത് ഏതാണ്? എ ആണ്. ഇൻഫിനിറ്റിയിൽ നിന്നും മേലോട്ടുള്ള വർക്ക് ഡൺ ആണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ now infinity to a work done equal to integral dw. Okay ആണല്ലോ. സ്മാൾ വർക്കിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വർക്ക്. സോ വർക്ക് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ഡബ്ല്യു. ഇൻറ്റഗ്രൽ ഡി ഡബ്ല്യു ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ. അതായത് ഇൻഫിനിറ്റിയിൽ നിന്നും എയിലോട്ട്. ഓക്കെയല്ലോ. ഇൻഫിനിറ്റിയിൽ നിന്നും എയിലോട്ട്. അപ്പോൾ എയിലോട്ട് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? എർത്തിന് സെൻറ്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഇൻഫിനിറ്റി ടു ആർ എന്ന് പറയുന്നത്. സോ നമ്മൾ റെഫറൻസ് പോയിന്റ് എപ്പോഴും എന്താണ്? എർത്തിൻ്റെ സെൻറ്ററാണ്. സോ ഇൻഫിനിറ്റിയിൽ നിന്നും ആറിലേക്ക്. ഓക്കെ ആണല്ലോ. സോ നൗ ഇൻഫിനിറ്റി ടു എ വർക്ക് ഡൺ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ഡബ്ല്യു ഈക്വൽ ടു
ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ജി എം എം ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ ആണല്ലോ. ജസ്റ്റ് നമ്മൾ ലിമിറ്റ്സ് ഇട്ട് കൊടുത്തു, അതായത് ലോ ലിമിറ്റും അപ്പർ ലിമിറ്റ് എന്താ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി കോൺസ്റ്റന്റുകളെ പുറത്തെടുത്തു. ജി കോൺസ്റ്റന്റ് ആണ്, എം കോൺസ്റ്റന്റ് ആണ്, എം കോൺസ്റ്റന്റ് ആണ്, പുറത്തോട്ട് എടുത്തു. ബാക്കിയുള്ളത് 1/x² dx, ഇന്റഗ്രൽ 1/x² dx. ഇന്റഗ്രൽ 1/x² x⁻² എഴുതി കൂടെ. ഓക്കെ ആണല്ലോ. സോ ഇനി ഇങ്ങോട്ട് ഇന്റഗ്രൽ x⁻n എന്താണ്? ഇന്റഗ്രൽ x⁻n എന്നാണ് x⁻n+1/n+1. സോ ഇവിടെ x⁻² ആണ്, ഇന്റഗ്രൽ x⁻². സോ x⁻² + 1/-2 + 1. സോ -x⁻². ഓക്കെ ആണല്ലോ. -x⁻−1 എന്ന് പറയാം, -1/x എന്ന് പറഞ്ഞൂടെ. ഓക്കെ ആണല്ലോ. അതാണ് x⁻²നെ 1/x എന്ന് എഴുതി. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇവിടെ എഴുതി. ഇൻഫിനിറ്റി ടു ആർ. ഓക്കെ ആണല്ലോ. സോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. സോ -gmm കോൺസ്റ്റന്റ് അവിടെ തന്നെ ഉണ്ട്, ഇൻറ്റു 1/r അപ്പർ ലിമിറ്റ് 1/r 1/x സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 1/r 1/r മൈനസ് 1/∞. 1/∞ എന്താ? 0 അല്ലേ. സോ ഈ ടേം ക്യാൻസൽ ആയി പോയില്ലേ. ഇനി നമുക്ക് ഉണ്ടാകുന്നുണ്ട് -gmm/r -gmm/r. അതാണ് നമ്മൾ വർക്ക് ഡൺ. നമ്മൾ ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ ആണോ? സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ടു ബ്രിങ് എ മാസ് ഓർ ഒബ്ജക്ട് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഏത് പോയിന്റ്? ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് ഒരു പോയിന്റ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇൻഫിനിറ്റി ടു ആർ മുതൽ ലിമിറ്റ് പോലും എടുക്കാൻ കാരണം നമ്മൾ എപ്പോഴും റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് എന്താണ്? എർത്തിന്റെ സെന്ററാണ്. ഓക്കെ ആണല്ലോ. സോ അതാണ് ആ വർക്ക് ഡണ്ണിനെ നമ്മൾ എന്ത് പറയും? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറയാം. ഓക്കെ, താങ്ക് യു.